Shan Vimado Vimatsaraha 1:6:26 chapter 6. എല്ലാവരും ദൂരെ പോയിരിക്കണമെന്ന് ഞാൻ പിടിച്ച് തിന്നൊന്നുമില്ല, ഫ്രണ്ടിലോട്ട് വന്നു. എല്ലാവരും ദൂരെ മാറിയിരിക്കും, അങ്ങ് ദൂരെ. അതുപോലെ നല്ലോണം പഠിക്കാൻ കിട്ടിയ അവസരമല്ല, ഒറ്റ മനുഷ്യരില്ല. 1:6:26 കാവേരി നദിയില് ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ കോയിൻ ഇട്ട, കാവേരി നദി, കർണാടകയിലെ കാവേരി നദിയിൽ 1 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു തുള്ളി വെള്ളമില്ല, അതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ ഭാഗവതം പഠിക്കാനായിട്ട് ഇത്ര പേരേ ഉള്ളൂ. അതുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്നാൽ സീരിയസ് ആയിട്ട് പഠിക്കണം. വായിച്ചപ്പോ രാമാന്യനന്ദസ്യ ഹദാത്ര പാപഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരൻ ഗാംഭീര്യം സ്തുഷ്ടമനാഗതസ്പൃഹം കാലം പ്രതീക്ഷൻ വിമധോ വിമത്സരഃ. മാതാജി നാമാനി ഇംഗ്ലീഷാണ്. ദ ഹോളി നെയിം, ഫെയിം, എക്സെട്രാ. അനന്തസ്യ of the unlimited. Hada Trabaha, being freed from all formalities of the material world. Padan, by recitation, repeated reading, etc. Guhyani, mysterious. Badrani, all benedictory. Kritani, activities. Cha, and Smaran, constantly remembering. Gam, on the earth. Paryadhan, traveling all through. Tushtamanaha, fully satisfied. Hadatrabaha, completely freed from all material desires. Kalam, time. Parikshan, prediction, awaiting. Vimadaha, without being proud. Vimatsaraha, without being envious. Translation and purport by His Divine Grace is Bhakti Vedanta Swami Srila Prabhupada ki. Thus I began chanting the holy name and fame of the Lord by repeated recitation, ignoring all the formalities of the material world. Such chanting and remembering of the transcendental pastimes of the Lord are benedictory. So doing, I travel all over the earth, fully satisfied, humble, and unenvious. Purport, please hear. The life of a sincere devotee of the Lord is thus explained in a nutshell by Narada Muni by his personal example. Such a devotee, after his initiation by the Lord or his bona fide representative, takes very seriously chanting of the glories of the Lord and traveling all over the world, so that others may also hear the glories of the Lord.
Such devotees have no desire for material gain. They are conducted by one single desire to go back to Godhead. This awaits them in due course on quitting the material body, because they have the highest aim of life, going back to Godhead. Their only business is to chant and remember the holy name, fame and pastimes of the Lord, and according to personal capacity, to distribute the message for others' welfare without motive of material gain. Jai Grandraj Srimad Bhagavatam ki. Hare Krishna. Prabhu, Vaikana Vash. Vash. അല്ല ട്രാൻസ്ലേഷൻ. ആത്മാർത്ഥ ഭഗവത് ഭക്തന്റെ ജീവിതം പ്രകാരം ഒരു ഖര കഞ്ചുകത്താൽ ആവരണം ചെയ്തുകൊണ്ട് ശ്രീ നാരദമുനി വിശദമാക്കി. അത്തരമൊരു ഭക്തൻ ഭഗവാനാൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ വിശ്വാസയോഗ്യനായ യഥാർത്ഥ ആത്മീയ ആചാര്യനാൽ ദീക്ഷ സ്വീകരിച്ച ശേഷം ഭഗവത് മാഹാത്മ്യ ജപത്തെ അത്യന്തം ഗൗരവപരമായി ഏറ്റെടുത്ത് ഭഗവത് മാഹാത്മ്യങ്ങൾ മറ്റുള്ളവരെ ശ്രവിപ്പിക്കാനായി വിശ്വം മുഴുവൻ സഞ്ചരിക്കുന്നു. അത്തരം ഭക്തർക്ക് ഭൗതിക നേട്ടത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന ഏക അഭിലാഷമാണ് അവരെ നയിക്കുന്നത്. കഥാനുചിതമായി ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ അത് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുക എന്ന അത്യുന്നതമായ ജീവിത ലക്ഷ്യം ഉള്ളതുകൊണ്ട് അവർക്ക് ആരോടും യാതൊരു മാത്സര്യ ബുദ്ധിയോ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോവാൻ യോഗ്യരായി തീർന്നതിന്റെ അഹങ്കാര ഗർവോ ഇല്ല. ഭഗവാന്റെ ദിവ്യനാമം, മാഹാത്മ്യങ്ങൾ, ഈ ലീലകൾ എന്നിവ സ്മരിക്കുകയും ജപിക്കുകയും പിന്നെ സ്വന്തം ഗ്രഹണശക്തിക്കനുസരിച്ച് യാതൊരു ഭൗതിക നേട്ട ഉദ്ദേശങ്ങളുമില്ലാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സന്ദേശ വിതരണം നടത്തുകയുമാണ് അവരുടെ ഏക ദൗത്യം. ജയ ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം കീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതാപാദകമലം ശ്രീഗുരും വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവധന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതുഷേ നമഃ. നമോ മഹാവധന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതുഷേ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം വിഷ്ണുപാദായ കൃഷ്ണ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അതുകൊണ്ടില്ല അവർക്ക് ഏകാദശി ആയതുകൊണ്ട് ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മൈക്ക് വരും. ശരിയാവും. ഹരേ കൃഷ്ണ. കഴിഞ്ഞ സെഗ്മെന്റില് നാരദ മഹർഷിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. നാരദ മഹർഷിയുടെ ക്വാളിറ്റീസ്. അതിലൊരു 49 ക്വാളിറ്റീസ് ഉള്ളതിൽ ഒരു 5 മാത്രമേ പറയാൻ പറ്റൂ. ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ എന്ന് നമ്മൾ ചെയ്യാണ്. നാരദ മഹർഷിയുടെ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നാരദ മഹർഷിയുടെ ഫസ്റ്റ് ക്വാളിറ്റി, നാരദ മുനി ഈസ് ആചാര്യ ഓഫ് ഓൾ സമ്പ്രദായ. എല്ലാ സമ്പ്രദായത്തിന്റെയും ആചാര്യൻ എന്ന് പറയുന്നത് നാരദ മഹർഷിയാണ്. രണ്ടാമത്തത്, ഓൾ മേജർ പ്യൂർ ഡിവോട്ടീസ് ആർ ഹിസ് ഡിസൈപ്പിൾസ്. ഭാഗവതത്തിലെ എല്ലാ വലിയ ഭക്തന്മാരും നാരദ മഹർഷിയുടെ ഡിസൈപ്പിൾ ആയിരുന്നു. ഈ ട്രാൻസെൻഡന്റൽ സ്പേസ് മാൻ. അദ്ദേഹം, നാരദ മഹർഷി എവിടെയാണോ ഉള്ളത് അവിടെ ട്രാൻസെൻഡന്റൽ ആയിരിക്കും, അതീന്ദ്രിയമായിരിക്കും. നാലാമത്തെ പോയിന്റ്, ഹി ഡസന്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഡീമൺസ് ആൻഡ് ഡിവോട്ടീസ്. അദ്ദേഹത്തിന് ദൈത്യനെന്നോ അസുരനെന്നോ ദേവന്മാരെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ഒരു വിവേചനം അദ്ദേഹത്തിനില്ല. പണക്കാരൻ പാവപ്പെട്ടവൻ അങ്ങനെ ഒരു വിവേചനമില്ല. അഞ്ചാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ വരെയാണ് നമ്മൾ പഠിച്ചത്. ഹി ഈസ് എംപവേർഡ് ഇൻകാർണേഷൻ ഓഫ് സുപ്രീം ലോർഡ്. ഭഗവാനാൽ അധികാരപ്പെടുത്തിയ, ഭഗവാന്റെ അധികാരത്തോടു കൂടി അദ്ദേഹം, ഭഗവാന്റെ അധികാരത്തോടു കൂടി വന്ന ഇൻകാർണേഷനാണ് അത് നാരദ മഹർഷി. അടുത്ത പോയിന്റ് വന്നിട്ട്, നാരദ മഹർഷി, നാരദ മുനി ടീച്ചിങ്സ് is taken seriously by in all the സമ്പ്രദായ. എല്ലാ വൈദിക സമ്പ്രദായങ്ങളിലും നാരദ മഹർഷിയുടെ ടീച്ചിങ്സ്, നാരദ മഹർഷി പഠിപ്പിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 വിധികളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? തലവിധി എന്നൊന്നും പറയരുത്. എന്റെ തലവിധി എന്ന് പറയുന്നത് 2 വിധികൾ എന്ന് പറഞ്ഞാല്, ഒന്ന് പഞ്ചരാത്ര വിധി, ഒന്ന് വൈദിക വിധി. വൈദിക വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ കൃഷ്ണ. വൈദിക സംസ്കാരം, വൈദിക വിധി. നമ്മള് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മേജർ വലിയ അമ്പലങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നത്? വൈദിക വിധി പ്രകാരമുള്ള ആരാധനയാണ് നടക്കുന്നത്. വൈദിക വിധി പ്രകാരം എന്ന് പറഞ്ഞാൽ, ഒരു ദേവനെ നമ്മള് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒരുപാട് മുദ്രകളൊക്കെ കാണിക്കും. നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ അർച്ചന കഴിക്കാൻ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓരോ മുദ്രകൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഓരോ മുദ്രകളും അവർ ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈദിക വിധിയില് ഭഗവാനെ എന്ത് ചെയ്യാണ്? അവിടുത്തെ ഒരു തന്ത്രി, അതൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയുടെ പ്രാണൻ, എത്ര പ്രാണനുണ്ട് നമുക്ക്? 5 പ്രാണനുണ്ട് അല്ലെ? 5 പ്രാണനുണ്ട്. ഈ 5 പ്രാണനും കൊടുത്ത് ആ ഒരു വിഗ്രഹത്തിനെ എന്ത് ചെയ്ത് വെച്ചേക്കുകയാണ്? ഒരു ജീവൻ, പ്രാണപ്രതിഷ്ഠ, ജീവൻ കൊടുത്ത് വെച്ചേക്കുകയാണ്. അതാ വൈദിക വിധി. അതുപോലെ അവിടെ നിവേദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ആ വൈദിക വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിവേദിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ജഗന്നാഥ സ്വാമിക്ക് എന്തൊക്കെ ഓഫർ ചെയ്യും? കൃഷ്ണ ബലരാമനൊക്കെ എന്തൊക്കെ ഓഫർ ചെയ്യും? കേക്ക് ഓഫർ ചെയ്യും, ഇഡ്ഡലി സാമ്പാർ ഓഫർ ചെയ്യും, ചപ്പാത്തി ഓഫർ ചെയ്യും, ഐസ്ക്രീം ഓഫർ ചെയ്യും, വാട്ടവർ എന്തൊക്കെയാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അതെല്ലാം ഭഗവാൻ ഓഫർ ചെയ്യും. പക്ഷെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, പ്രഭു തിരുമേനി എനിക്ക് ഐസ്ക്രീം ഒന്ന് നിവേദിച്ചു തരുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റൂല? ഇവിടുത്തെ വിധി വേറെയാണ്. അവിടെ പോയി ഐസ്ക്രീം നിവേദിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അവിടെ കൊണ്ട് ചെല്ലാണ്. നമ്മളൊരു ബുക്കൊക്കെ പൂജിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് വെള്ളമൊക്കെ തെളിച്ച് ഇങ്ങനെ ഇട്ട് തരും. പക്ഷേ ഒരു നല്ല ഇഡലി സാമ്പാറും കിട്ടിയിട്ടുണ്ട്, ഭഗവാനെ നിവേദിച്ച് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്തു തരില്ല. കാര്യം അവിടെ ചെയ്തു വെച്ചേക്കുന്ന വിധി ഏതാണ്? വൈദിക വിധിയാണ്. ഇവിടെ ദേവൻ ഇത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ദേവന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. ദേവനെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കണം. ദേവന്റെ അടുത്ത് ചെല്ലാൻ നേരത്ത് നമ്മൾ മന്ത്രം പറഞ്ഞിരിക്കണം. ടെമ്പിളിൽ നിന്ന് വെളിയിൽ ഇറങ്ങി മണി കൊട്ടി അടച്ചിട്ട് ഭഗവാൻ ഓഫറിങ് കഴിഞ്ഞ ഉടനെ വീണ്ടും മണി കൊട്ടി നമ്മൾ ദണ്ഡവത് നമസ്കാരം ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആൾക്കാരെ ആരെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പൂജാരി എന്ത് ചെയ്യണം?
പോയി കുളിച്ചിട്ട് വീണ്ടും വരേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ, ഒരുപാട് വിധികളുണ്ടാകും. അപ്പൊ വിധി അനുസരിച്ചേ പോവുള്ളൂ. അതായത് ഭഗവത്ഗീതയില് 7-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകം. 7:21 യോ യോ യാം യാം തനു ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യാചലം ശ്രദ്ധാം താമേവ വിദദാമ്യഹം. ഞാൻ പരമാത്മരൂപേണ സർവ്വ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏതു ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്. അതായത് വൈദിക വിധി പ്രകാരമാണ് നമ്മൾ ഒരു മൂർത്തിയെ നല്ല രീതിയിൽ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ അതിനുള്ള വിശ്വാസം ഉറപ്പിക്കുന്നത് ആരാണ്? കൃഷ്ണനാണ്. രണ്ടാമത് ഭഗവാൻ വേറെ എടുത്ത് പറയുന്നുണ്ട്, യാന്തി ദേവ വൃതാദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധ്യാച്ചിനോ അപ്പിമ. അങ്ങനെ പറയുന്നുണ്ട്. ജയ് ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യക്ക്. അടുത്ത വേറെ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് എന്താണ്? ദേവന്മാരെ ആരാധിക്കുന്നത് എന്താണ്? വിധിപ്രകാരമായിരിക്കണം. നമ്മൾ ഏത് ദേവനെ ആരാധിക്കുന്നുവോ അതെന്തായിരിക്കണം? വിധിപ്രകാരമായിരിക്കും. അപ്പൊ നമ്മള് ഭഗവാന്റെ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഭഗവാന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മറ്റേ ഗോവർദ്ധനഗിരി ഉയർത്തുന്ന സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു? ആ ഒരു ഡെമിഗോഡിന് വേണ്ട വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ടു, മഴ പെയ്യിച്ചു. അവിടെ മൊത്തം 7 ദിവസം മഴ പെയ്യിച്ചു. അതായത് ഒരു ഡെമിഗോഡ് നമ്മൾ ആരാധന നടക്കുമ്പോൾ അത് വിധിപ്രകാരം തന്നെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നെ ആരാധിക്കുമ്പോൾ എന്ത് വേണ്ട? വിധി വേണ്ട. അതാ പഞ്ചരാത്ര വിധി. പഞ്ചരാത്ര വിധിയിൽ എന്തുണ്ട്? വൈദിക വിധിയിൽ പത്മനാഭ സ്വാമിക്ക് എന്ത് വേണം? ഗോൾഡൻ ക്രൗൺ വേണം, ഗോൾഡ് മാല വേണം, മറ്റേ കാശിമാല, മാങ്ങാമാല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഗോൾഡില്, സ്വർണത്തിൽ വേണം, ഈ ഡയമണ്ടിൽ വേണം. ഭഗവാന് വർഷത്തിൽ ഒരിക്കൽ ഒരു സംഭവം ചെയ്യുമല്ലോ. പത്മനാഭ സ്വാമിയിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു പായസം ഉണ്ടാക്കുമല്ലോ, പഞ്ചരത്ന പായസം. വർഷത്തിൽ 2 പ്രാവശ്യം നവരത്ന പായസം. അത് ഉണ്ടാക്കുന്ന ആ പാത്രത്തിന്റെ അടിയിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? നവരത്നങ്ങള്, അത്രയും വില പിടിപ്പുള്ള നവരത്നങ്ങൾ ആണ് വെച്ചേക്കുന്നത്. അതിലേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ്. അതുപോലെ ഭഗവാൻ രാവിലെ നിവേദിക്കുന്ന കണ്ണിമാങ്ങ ഫസ്റ്റ് ബില്ലുമംഗല ഠാക്കൂർ വന്നിട്ട് ചിരട്ടയിൽ നിവേദിച്ചിരുന്നു. ഇപ്പൊ വന്ന് എന്തായി? ആ ചിരട്ടയെ സ്വർണം കൊണ്ട് പൂശി വെച്ചേക്കുവാണ്. നമ്മൾ ചിരട്ടയിൽ കൊണ്ട് നിവേദിച്ചിരിക്കും. അതാ വിധി. ആ വിധി പ്രകാരം രണ്ടാമത് നാരദ മഹർഷി കൊണ്ടുവന്ന ഒരു വിധിയായത് പഞ്ചരാത്ര വിധി. പഞ്ചരാത്ര വിധിയിൽ എന്തില്ല? നമ്മൾ പാവപ്പെട്ടവരാണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. നമ്മൾ സ്വർണ്ണമാല ഇട്ട് കൊടുക്കൂലെന്നും ഭഗവാൻ അറിയാം. നമ്മൾ സ്വർണ്ണമാല ഇട്ടുകൊണ്ട് നടക്കും, ഭഗവാന് സ്വർണ്ണമാല കൊടുക്കില്ലെന്നും ഭഗവാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ജസ്റ്റ് സ്വർണ്ണമായിട്ട് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ചെറിയൊരു മുത്തുമാല റെഡിയാക്കി ഇട്ട് കൊടുക്കും. അവിടെ പത്മനാഭ സ്വാമിക്ക് വലിയ പട്ടിന്റെ എത്ര നമ്മള് ഇത് കാഞ്ചീപുരം സാരിയാ, കാഞ്ചീപുരം പട്ട് 25,000 രൂപ വിലയുള്ള കാഞ്ചീപുരം പട്ട് ഇവിടെ കൊടുക്കാൻ നേരത്ത് നമ്മളിവിടെ വെറും ഒരു 1,500 രൂപയുടെ സാരി വാങ്ങിച്ചിട്ട് ഇതാ കാഞ്ചീപുരം പട്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ എന്താണത്? ഭഗവാൻ വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? പഞ്ചരാത്ര വിധിയിൽ മാത്രമേ 2 കാര്യങ്ങളുള്ളൂ. എന്ത്? ഒന്ന് പ്രേമവും, ഒന്ന് ഭാവവും. പഞ്ചരാത്ര വിധിയിൽ. വൈദിക വിധിയിൽ എന്തില്ല? പ്രേമമൊന്നുമില്ല. അവിടെ ഭയം മാത്രമേ ഉള്ളൂ. അവിടെ പേടിച്ച് നിൽക്കണം. അത് ഭദ്രകാളിയുടെ മുമ്പിലാണെങ്കിലും പേടിച്ച് നിൽക്കണം, പത്മനാഭ സ്വാമിയുടെ മുമ്പിലായാലും പേടിച്ച് നിൽക്കണം. പക്ഷെ നമുക്ക് എന്തില്ല? ആരെയും പേടി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. എന്തുകൊണ്ടില്ല? ഒന്നാമത്തെ കാര്യം ബുദ്ധിയില്ല. പേടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധി വേണം. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ ഭഗവത്ഗീതയിലും ഇല്ല മറ്റുള്ള ഡിവോട്ടീസിൽ നിന്നും കേട്ടത് കൊണ്ട് ഭഗവാനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ട്. അതുപോലെ നിവേദ്യം കൊടുക്കുമ്പോൾ
പ്രാണായ സോഹ, അപാനായ സോഹ, വ്യാനായ സോഹ, റൈറ്റ് പ്രഭു? അങ്ങനെ ഒരു സംഭവം പറഞ്ഞു വേണം കൊടുക്കാൻ. നമ്മളിവിടെ കൃഷ്ണ സ്വീകരിക്കണേന്ന് പറയും. കൃഷ്ണ സ്വീകരിച്ച കളി മാറും. കൃഷ്ണ സ്വീകരിച്ച പിന്നെ എന്തില്ല, ഭോഗ ഓഫറിങ് ഇല്ല. സ്വീകരിച്ച് ഇനി കിട്ടില്ല. നമ്മൾ കൊണ്ട് വയ്ക്കുമ്പോഴേ നമ്മൾ പറയണതാണ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവയ്ക്കണത്. അതായത് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വരും, വീണ്ടും മണി അടിക്കാൻ വരും, ആ സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചോളാം, ഞാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകണത്. അതായത് ഈ വൈദിക വിധിയിൽ തന്നെ ഭഗവാൻ സ്വീകരിച്ച ഒരാളുണ്ട്. ഗുരുവായൂരിലെ കൊച്ചുകുട്ടി ഗുരുവായൂരപ്പന് നിവേദിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകണം. പക്ഷെ ഈ കുട്ടിയുടെ ഭാവം, അദ്ദേഹത്തിന്റെ പ്രേമം വന്നിട്ട് ഇതായതുകൊണ്ട്, നീ കഴിച്ചില്ലെങ്കിൽ എന്റെ അച്ഛൻ എന്നെ അടിക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഫുള്ളും കഴിച്ചു. അടികിട്ടി, വേറെ കാര്യം. ഇന്ന് വീണ്ടും 2ാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു, 3ാമത്തെ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. അച്ഛൻ വന്ന് നോക്കുമ്പോ ഞാൻ കൊടുത്തിട്ട് കഴിക്കണില്ല, മകൻ കൊടുത്തപ്പോ നല്ല കാര്യമായിട്ട് കഴിക്കണം. എന്തുകൊണ്ട്? കാരണം കുട്ടികളുടെ ഹൃദയം, അവരുടെ മനസ്സ്, അവരുടെ ആത്മാവ്, അവരുടെ ശരീരം ഇതെല്ലാം പ്യുവർ ആയിരിക്കും ഒരു 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 പർട്ടിക്കുലർ ഏജ് വരെ. അത് കഴിയാൻ നേരത്ത് കുറച്ച് കള്ളങ്ങളെല്ലാം പഠിച്ചു തുടങ്ങി, പിന്നെ ഇങ്ങനെ കാണിക്കും, പിന്നെ തിരിച്ചു വരും. നിവേദിക്കണ സമയം തന്നെ കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയണത്, ഇപ്പോ അവിടെ പുറകിലൊരുത്ത ഇപ്പുണ്ട്, എന്റെ പേര് ഇത് കണ്ണമ്മു. എൻ്റെ അടുത്ത് രാവിലെ വന്നിട്ട് ഹരേ കൃഷ്ണ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൈ ഇങ്ങനെ കൂപ്പും. അവൻ ഹരേ കൃഷ്ണ പറയൂല, പക്ഷെ കൈ ഇങ്ങനെ കൂപ്പും. അവൻ്റെ ദണ്ഡവത് പ്രണാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ നമസ്കരിക്കും. ഇവനും കൃഷ്ണനെ നമസ്കരിക്കും. നമ്മളടുത്ത് ദണ്ഡവത് പ്രണാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആലോചിക്കും, ഞാൻ എന്തിനാ അവന് ദണ്ഡവത് പ്രണാമം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആലോചിക്കും. പക്ഷെ കുട്ടികളുടെ ഹൃദയം വന്നിട്ട് അവരെ നിഷ്കളങ്കരാണ്. അപ്പം അതുപോലെ ആയിരിക്കണമെന്നാണ് നമ്മുടെ ശാസ്ത്രം നമ്മുടെ അടുത്ത് പറയണത്. ആ പഞ്ചരാത്ര വിധിയില് നാരദ മഹർഷി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് 2 ഭാവത്തിലാണ്. ഒന്ന് പ്രേമഭാവം, ഒന്ന് മാധുര്യം. നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോൾ നല്ല ഇതോട് കൂടി കൊടുക്കും. കൃഷ്ണ കഴിക്കാൻ പറഞ്ഞാൽ കൃഷ്ണ കഴിക്കും, പക്ഷെ കഴിക്കണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നതോടാണ് കൃഷ്ണൻ കഴിക്കാത്തത്. ചപ്പം പോക്ക് നിവേദിക്കാൻ നേരത്ത് നമ്മൾ എണ്ണം, 10 എണ്ണം എന്റേതാണ്, 5 എണ്ണം മറ്റേ അവരുടേതാണ്, 3 എണ്ണം അവരുടേതാണ്. എൻ്റെ അത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അവരുടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണം. പക്ഷെ ഇതെല്ലാം കൃഷ്ണൻ വന്ന് സ്വീകരിക്കണുണ്ടോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാ ജഗന്നാഥപുരിയില് 64 വിഭവങ്ങള് പാണ്ഡാസ് നിവേദിക്കുമ്പോ ഓരോ വിഭവത്തിലും വന്നിട്ട് പാണ്ഡാസ് വന്നിട്ട് ഈ തമ്പ് ഇംപ്രഷൻ വെച്ച് നോക്കും. ആ തമ്പില് ജഗന്നാഥന്റെ കണ്ണ് തെളിഞ്ഞില്ല എങ്കിൽ ഭഗവാൻ വന്നിട്ട് സ്വീകരിച്ചില്ല എന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഭോഗം വന്നിട്ട് കൃഷ്ണൻ സ്വീകരിക്കണുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാൻ പറ്റും, നമ്മുടെ ശരീരം കാണുമ്പോൾ അറിയാൻ പറ്റും കൃഷ്ണൻ നല്ലവണ്ണം സ്വീകരിക്കണുണ്ട്, നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഫ്ലറിഷ് ആവണുണ്ട് നമുക്കറിയാം. പക്ഷെ കൃഷ്ണൻ എങ്ങനെ സ്വീകരിക്കണുണ്ടെന്ന് എങ്ങനെ അറിയാം? ആ ഭാവം, അതാ പഞ്ചരാത്ര വിധിയിൽ വന്നിട്ട് അത് നമുക്ക് പേടിയേ ഇല്ല, കൃഷ്ണൻ സ്വീകരിച്ചാ ഇല്ല എന്ന് പോലും നമുക്ക് അറിഞ്ഞു. പക്ഷെ പഞ്ചരാത്ര വിധി നമ്മൾ മെയിനിൽ എന്നാ വളരെ വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യേണ്ട ഒരു വിധിയാണ് പഞ്ചരാത്ര വിധി. വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യേണ്ട വിധി. 2ാമത്തെ കാര്യം, എപ്പോഴും വേണമെങ്കിലും കൃഷ്ണൻ നമ്മളടുത്ത് എന്ത് ചെയ്യാം? റെസിപ്രോക്കേറ്റ് ചെയ്യാം. എനിക്ക് ഇന്നത് വേണം എന്ന് പറയാം. ഭഗവാൻ വന്നിട്ട് നമ്മളടുത്ത് തിരിച്ച് പ്രതികരിക്കുന്ന ഒരു വിധിയും കൂടെയാണ് ഏത്? പഞ്ചരാത്ര വിധി. അത് നാരദ മഹർഷിയാ കൊണ്ടുവന്നത്. നമുക്ക് ഇവിടെ കൃഷ്ണന് ചെറിയ ഈ വാടിയ മാല നമുക്ക് ഇടാൻ പറ്റും, എന്നാ വൈദിക വിധിയിൽ കൊണ്ടിടാൻ പറ്റും. അന്ന് പോറ്റിയുടെ വീട് റെഡിയാവും കൊണ്ടിട്ടിട്ട് വന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമുക്കത് ഇടാൻ പറ്റും. അവിടെ സ്വർണ്ണമാല ഇടാന്നായിരുന്നു, നമുക്കിവിടെ എന്തിടാൻ പറ്റും? ഈ മുത്തുമാല നമുക്ക് ഇടാൻ പറ്റും. എന്തുകൊണ്ട്? നാരദ മഹർഷി നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സമ്പ്രദായം നമുക്ക് വേണ്ടിയിട്ട് തന്നതുകൊണ്ടാണ്. അതായത് ആചാര്യന്മാരുടെ ഇതെന്ന് പറഞ്ഞാല്, ആചാര്യന്മാരും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, സന്യാസി വന്നിട്ട് സിംപ്ലി ഫോളോ ചെയ്യുന്ന ആളെയാണ് സന്യാസി എന്ന് പറയുന്നത്. ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യങ്ങൾക്ക് മാറ്റം വരുത്താതെ അതിന്റെ ഇംപ്ലിമെന്റിന് മാറ്റം വരുത്തുന്നതിനാണ് ആചാര്യന്മാർ. അപ്പോ മൂല്യങ്ങൾക്ക് മാറ്റം വരുത്തത്തില്ല. അവിടെയും പൂക്കൾ ഇടാം, സ്വർണ്ണമാല ഇടാം, ഇവിടെയും സ്വർണ്ണമാല ഇടാം. പക്ഷെ ഇടാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും? പ്രേമത്തോടു കൂടി, പ്രേമഭാവത്തോടു കൂടി എന്ത് ചെയ്യണം? മുത്തുമാല ഇടാം. നമ്മളുടെ ഭാവം ഇതായിരിക്കും. മാനസിക പൂജ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ബുക്കില് വസുദേവരെ കുറിച്ചൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, മാനസിക പൂജ. അതായത് ഭഗവാൻ ജനിക്കുന്ന സമയത്ത് മാനസിക പൂജയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഭഗവാൻ ജനിക്കുന്ന സമയത്ത് എത്രയോ ലക്ഷം പശുക്കളെ ആരെന്ത് ചെയ്തു? വസുദേവര് ദാനം ചെയ്തു. എങ്ങനെ ദാനം ചെയ്തു? മാനസികമായിട്ട് ദാനം ചെയ്തു.
എന്നിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോ എന്ത് ചെയ്തു? ഒറിജിനലായിട്ട് ദാനം ചെയ്തു. നമ്മളാണെങ്കിൽ ഹരേ കൃഷ്ണ മാതാജി, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? മാനസികമായിട്ട് തന്നെ ദാനം ചെയ്തുകൊണ്ടിരിക്കും. ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയാലും വീണ്ടും മാനസികമായിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ വസുദേവര് വന്നിട്ട് മാനസികമായിട്ട് ദാനം ചെയ്ത എത്ര പശുക്കളുണ്ടോ അത്രയും പശുക്കളെയും അത്രയും സ്വർണ്ണാഭരണത്തിനെയും എന്ത് ചെയ്തു? അദ്ദേഹം റിയൽ ആയിട്ട് ദാനം ചെയ്യുകയാണ് ചെയ്തത്. ആ മാനസിക പൂജ. അതിൽ വേറൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു ജഗന്നാഥ് ഇവിടെ വൃന്ദാവനത്തില്. അദ്ദേഹത്തിന്റെ കയ്യില് ഭഗവാന് പായസം വെച്ചു കൊടുക്കാനുള്ള നിവർത്തിയില്ല. പക്ഷെ അദ്ദേഹം മാനസികമായിട്ട് ഒരിടത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കടയിൽ പോയി പായസം മിക്സ് വാങ്ങിച്ച്, അന്ന് പായസം മിക്സ് ഉണ്ടാവുന്നോ, പായസം മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുപ്പ് കൂട്ടി അതിൽ പാത്രം വെച്ച് പാലൊഴിച്ച് അതിനെല്ലാം ഇളക്കി നല്ല രീതിയിൽ കൊണ്ടുവച്ചപ്പോ ഭഗവാൻ ഇത് ചൂടാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോ ഇതിന്റെ കൈ പൊള്ളിപ്പോയി. ഇതിന്റെ കൈ പൊള്ളിപ്പോയി. ഈ പൊള്ളിയത് കണ്ടിട്ടാണ് അദ്ദേഹം കണ്ണു തുറന്നത്. കണ്ണു തുറന്നപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ്, ഞാൻ മാനസികമായിട്ടാണ് ചെയ്തത്. അതുപോലെ നമ്മൾ ഡേറ്റിയുടെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ നമസ്കരിക്കാറുണ്ട് ഡേറ്റിയുടെ അടുത്ത്. എന്ത് പറഞ്ഞാണ് നമ്മൾ നമസ്കരിക്കുക? പഞ്ചരാത്ര വിധിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എല്ലാ തൈക്കാട് ഫാമിലിക്കും സ്വാഗതം. നമസ്കാരം സ്വീകരിക്കണം. പ്ലീസ് അക്സെപ്റ്റ് മൈ ഹംബിൾ ഒബേസൻസ്. എന്റെ നമസ്കാരം ഇല്ലെങ്കിൽ എന്റെ വന്ദനം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ പറയാറുണ്ടോ ഇല്ലേ? നമ്മൾ പറയാറില്ല ചില സമയം. എപ്പോഴും നമ്മൾ പറയാറില്ല. കൃഷ്ണൻ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിച്ച് ഇങ്ങനെ എണീക്കുന്ന മറ്റേ ഇതിൽ പറയും പോലെ ഞാനിതാ വന്നിതാ പൂവിതാ പോണിതാ എന്ന് പറയും പോലെ ഞാനിതാ വന്നിട്ടുണ്ട്, പൂ വെച്ചിട്ടുണ്ട്, പോണ്, ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോകും പോലെ ജസ്റ്റ് വന്നിട്ട് നമസ്കരിച്ചിട്ട് ഇങ്ങനെ തല ഒന്ന് ജസ്റ്റ് തട്ടി എഴിക്കുന്നതല്ലാതെ നമ്മുടെ കോർ ഹാർട്ടിൽ നമ്മൾ എത്ര പേര് കൃഷ്ണ എന്റെ ഈ ദണ്ഡവത് പ്രണാം സ്വീകരിച്ചാലും, ചാൻഡിങ് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണ എന്റെ ഈ ചാൻഡിങ് സ്വീകരിച്ചാലും, ഭഗവാൻ എന്റെ നിവേദ്യം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ല. ഇങ്ങനെ പറയാത്തത് കൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ മന്ത്രത്തിന്റെ രൂപത്തിൽ ഈ ഫോമുല എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. എന്താണ് അർത്ഥം? അല്ലയോ രാധാകൃഷ്ണ, എന്നെ അങ്ങയുടെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ രമിപ്പിച്ചാൽ. എത്ര പ്രാവശ്യം പറയാൻ പറ്റും തെറ്റാതെ? മാല എടുത്തു വെച്ചിട്ട് അല്ലയോ രാധാകൃഷ്ണ എന്നെ അങ്ങയുടെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ രമിപ്പിച്ചാലും, അല്ലയോ രാധാകൃഷ്ണ എന്നെ അങ്ങയുടെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ രമിപ്പിച്ചാലും എങ്ങനെ പറയാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാക്ക് കഴിക്കും, അതോടുകൂടി വെച്ച് നിർത്തും. പക്ഷേ അതിന് ശാസ്ത്രത്തിൽ ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. സിമ്പിളാണ്. ആപന്ന സംസ്കൃതിം ഘോരാം എന്നാമ വിവശോ ഗൃണൻ തദഹ സദ്യോ വിമുച്യേത യദ്വിഭേദി സ്വയം ഭയം. ആപന്ന സംസ്കൃതിം ഘോരം. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതെങ്കിലും വലിയ വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കും. സ്വല്പമഭിയസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ. വലിയ വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ഇത് നമുക്ക് പറഞ്ഞു തന്ന ഏക വ്യക്തി ആരാണ്? നാരദ മഹർഷി. കാരണം നമ്മള് ഭക്തി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണമെങ്കിൽ മഹാജനോ ഏന ഗദാസ പന്തഹ, നമ്മൾ മഹാജനങ്ങളുടെ കാലടികളെ തന്നെ പിന്തുടരണം. ഭാഗവതത്തില് 6ാമത്തെ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് പർപ്പട്ടില് പ്രഭുപാദ് പറയും, ഭക്തി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാള് നാരദ മഹർഷിയുടെ കാലടികളെ തന്നെ എന്ത് ചെയ്യണം? പിന്തുടരണം. അടുത്ത പോയിന്റ് വന്നിട്ട് നാരദ മഹർഷി എവിടെയാണോ ഉള്ളത് ഇവിടെ ഭാഗവതം എപ്പോഴും ഉണ്ടായിരുന്നു. നാരദ മഹർഷി ഇല്ലാതെ ഭാഗവതം ഒരിടത്തും ഉണ്ടായിരുന്നു. നാരദ മഹർഷി എവിടെയാണോ ഉള്ളത് അവിടെ ഭാഗവതം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാഗവതത്തില് ഒരുപാട് റോളെന്ന് എന്ത് പറയും? റോളിന് പിവറ്റൽ റോൾ ഇൻ എൻറ്റയർ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ ഒരുപാട് ഒരുപാട് അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എന്താണ് പ്രസൻസ് അങ്ങനെയില്ല, മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. നമ്മൾ ധ്രുവ മഹാരാജന്റെ സ്റ്റോറി എടുക്കാം. ധ്രുവ മഹാരാജിനെ കാട്ടില് അദ്ദേഹത്തിന്റെ എന്തുവാണ് എന്താ മാജി പറഞ്ഞു തെറ്റിയിരുന്നേ കാണായിരുന്നു. കറക്റ്റായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ, കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് ചിരിയും
തെറ്റിയിരുന്നെങ്കിൽ ഒരു നോട്ടം കൂടെ വന്നനെയാണ്. ശരി, പൈവൽട്ടൽ റോൾ എന്ന് പറഞ്ഞാല് ധ്രുവ മഹാരാജ് കാട്ടിൽ പോകുന്ന സമയത്ത് ധ്രുവ മഹാരാജിന്റെ അടുത്ത് ഇദ്ദേഹം വന്ന് പറയും. ആര്? നാരദ മഹർഷി വന്ന് പറയും. 2-3 കാര്യങ്ങൾ പറയും. എന്താണ്? ഒന്ന്, കാടെന്ന് പറയുന്നത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ നാരദ മഹർഷി പറയും. എന്താണെന്ന് അറിയാമോ? കുട്ടികൾക്ക് എന്തില്ല? മാനാപമാനങ്ങളില്ല. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ, ഇപ്പൊ കൃഷ്ണനും സ്മരണും തമ്മിൽ ഫൈറ്റ് ചെയ്താ കുറച്ച് കഴിയുമ്പോൾ അവര് ചേട്ടാ വാ ചേട്ടാ നമുക്ക് ഐസ്ക്രീം കുടിക്കാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അതിനെ കയറി ഏറ്റെടുക്കുന്ന അച്ഛനമ്മമാരെന്ത് ചെയ്യും? അടിയായി ബഹളമായി, മേലെ എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞ് രമ്യ മാനസിക്ക് പറയണമെന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിട്ട് പോകും. പക്ഷെ കുട്ടികൾക്ക് എന്തില്ല? അതില്ല, ആ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇന്ന് തന്നെ കണ്ണുമ്പോ വന്നിട്ട് മറ്റേ ഒരു വലിയൊരു തവി എടുത്തിട്ട് ഇളയവന്റെ കൃഷ്ണന്റെ തലയിൽ ഒറ്റയടി നെറ്റിയിൽ. കുറച്ച് കഴിയാൻ നേരത്തെ ഇവർ തമ്മിൽ മിണ്ടും. ഇവ ആദ്യത്തെ അടി കിട്ടിയവൻ അവൻ കരഞ്ഞോണ്ട് റൂമിൽ കയറി പോയെങ്കിലും ഇനി രണ്ടാമത് അവൻ വരാൻ പോണത് ഇവ എന്തെങ്കിലും എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവരും കൂടെ വന്ന് അതിൽ ജോയിൻ ചെയ്യും. കുട്ടികൾക്ക് എന്തില്ല? മാനാപമാനങ്ങളില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് പോലും ധ്രുവ മഹാരാജ് എന്ത് ചെയ്തില്ല? അതിനെ കേൾക്കാൻ നിന്നില്ല. കാര്യം ധ്രുവ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം എന്നർത്ഥം. അങ്ങനെ ഒരു ഇതായോണ്ട് നാരദ മഹർഷിയുടെ അടുത്ത് തിരിച്ചു പറയും, ക്ഷത്രിയർക്ക് എന്തുണ്ട്? മാന അപമാനങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് ഒന്നും സംസാരിക്കേണ്ട, ദയവ് ചെയ്ത് കൃഷ്ണനെ കാണാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും. നാരദ മഹർഷി എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളടുത്ത് കൃഷ്ണനെ കാണാനുള്ള വഴി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് തരാന്ന് പറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ടെമ്പിളിലേക്കുള്ള ഗൂഗിൾ മാപ്പ് ഇട്ട് തരാന്ന് പറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭഗവാൻ ഇവിടെ ഇരിക്കല്ലേ, പോയി കണ്ടോളൂ എന്ന് പറയും. നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് പറയും. പക്ഷെ നാരദ മഹർഷി എന്ത് ചെയ്തു? ആ വിധികളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തെന്നാല് ധ്രുവൻ അങ്ങനെയെങ്കിലും അയ്യോ ഇത്രയും ഉണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോണം എന്നായിരിക്കും. പക്ഷെ ധ്രുവ മഹാരാജ് എന്ത് ചെയ്തു? അതിനെ ഹൃദയത്തിൽ എടുക്കുകയാണ് ചെയ്തത്. ഒരു മാസത്തിൽ ഒരിക്കൽ ശ്വാസം വിടാവൂ. സൂപ്പർ അല്ലേ? മാസത്തിൽ ഒരിക്കൽ ശ്വാസം വിടാവൂ. നിങ്ങൾക്ക് കൃഷ്ണന്റെ അടുത്ത് പോകണമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ശ്വാസം വിടാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ശ്വാസം എടുക്കും? നിങ്ങൾക്ക് കൃഷ്ണന്റെ അടുത്ത് പോകണമെങ്കിൽ ഒരു വൃന്ദാവനത്തിൽ മധുവനത്തിൽ പോയിട്ട് ഉണങ്ങിയ പുല്ല് മാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏകാദശി ആവുമ്പോഴേ വിളിയാണ്. ഏകാദശി പിസ്സ എവിടെ? കേക്ക് എവിടെ? ഏകാദശി ഇന്ന് ചാമയാണ്, ഇന്ന് മരിച്ചിനിയാണ്, അല്ലെങ്കിൽ മരിച്ചിനി ഇന്ന് വെള്ളം പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് പറയും. പക്ഷേ ഏകാദശിക്ക് മഹാരാജ് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു പഴം, ഒരു ഗ്ലാസ് വെള്ളം. രാവിലെ. ഉച്ചയ്ക്ക് എന്താണ്? ഒരു പഴം, ഒരു ഗ്ലാസ് വെള്ളം. രാത്രി ഹരിബോൾ. ഇത്ര മാത്രമേ മഹാരാജ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഏകാദശിക്ക് നമ്മളെ വയറിനെ കുറിച്ചും നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചും നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിന്റെ ആങ്സൈറ്റിയെ കുറിച്ചും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറയണത്? ഏകാദശിക്ക് കുറച്ച് കൂടുതൽ കഴിക്കണം, എനിക്ക് ഇന്ന് ഭക്ഷണം ഇതേ കിട്ടുള്ളൂ. കപ്പലണ്ടി കഴിച്ചാലൊന്നും നമ്മൾ അടങ്ങൂല. കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാറ്റാണ്, ഭയങ്കര പ്രോട്ടീനാണ്. പനീർ എന്ന് പറയുന്നത് ഒരു പീസ് പനീർ തന്നെ എത്ര നല്ല ഇതാണ്, ഒരു ഇത് കഴിച്ചാലും മതി. പക്ഷെ എന്ത് ചെയ്യില്ല? ഏകാദശിക്ക് BP കയറി ഹോസ്പിറ്റലിൽ കിടന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആൾക്കാരുണ്ട് പ്രഭു. അതായത് ഏകാദശിയാ, ഇന്ന് ആഹാരം കഴിക്കാൻ പറ്റൂലേ, അപ്പോഴേ വീണ് BP കയറി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് മറ്റേ ഇത് വെയിനിട്ട് അതിൽ കൂടെ നിറച്ചു. എനിക്ക് നല്ലോണം ഉണ്ട്. അതായത് പതിവാം പ്രഭുവിന്റെ മെസ്സേജ് വരുമ്പോ അയ്യോ നാളെ ഏകാദശി എടുക്കണം എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട്. പക്ഷെ ഇദ്ദേഹം കാരണമാണ് എനിക്ക് ഏകാദശി എടുക്കാൻ പറ്റണേ എന്നുള്ള ആ ഒരു ചാരുദാർഢ്യം അതുകൊണ്ട് എനിക്ക്. അതുപോലെ ഏകാദശിക്ക് നമ്മൾ എപ്പോഴും ഭയങ്കര ഇതായിരിക്കും, ഒരു ആങ്സൈറ്റി ആയിരിക്കും. ഇന്ന് എന്ത് കഴിക്കാൻ പറ്റും? നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പഴം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങി കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്ത നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏകാദശിക്ക് പുറത്തൊന്നും പോകാറില്ല. നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി എല്ലാ ദിവസത്തേക്കാളും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ഒരു ചപ്പൻ ഭോഗ് തന്നെ നമ്മൾ നല്ല രീതിയിൽ കഴിച്ചിട്ട് പോകും. ഇന്ന് തന്നെ പ്രസാദത്തിന് കാണാൻ നമുക്ക് എത്ര ഐറ്റംസ് ഇവിടെ ഉണ്ടാവുന്നത്. പതിവ് 2 നേരം 1 നേരം ഒക്കെ ആയിരുന്നു, ഇപ്പൊ 4-5 നേരം ഒക്കെ ആയി. ഓക്കെ. ഇതുപോലെ ധ്രുവ മഹാരാജ് പോയ സമയത്ത് ധ്രുവ മഹാരാജിന് അതികഠിനമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്.
അതായത് ആഴ്ചയിൽ ഒരിക്കൽ ശ്വാസം വേണം, ആഴ്ചയിൽ ഒരിക്കൽ ശ്വാസം എടുക്കണം, ഉണങ്ങിയ പുല്ല് കഴിക്കണം, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, പെരുവിരലിൽ കുത്തി വേണം നിൽക്കാൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാനെ കാണണം എന്നുള്ള ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യും, നമ്മൾ ചെയ്തെന്നിരിക്കും. കാരണം നമുക്ക് ആ ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ. നമ്മുടെ അടുത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം സിമ്പിൾ ആണ്, ജസ്റ്റ് ചാൻഡി ആൻഡ് ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂല. തലകുത്തി നിന്ന് കാലിങ്ങനെ വെച്ച് ഒരു വിരല് മേളിലോട്ടാക്കി അവിടെ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ അബോർഡിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ അത് ചെയ്തെന്നിരിക്കും. എന്നാൽ ഇത് സിമ്പിൾ ആണ്. ജസ്റ്റ് ഇരിക്കുന്നിടത്തിരുന്ന് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതായത് രാവിലെ ഒരു 4 മാല തീർക്കും, ഉച്ചയ്ക്ക് ഒരു 4 മാല, വൈകുന്നേരം ഒരു 4 മാല, രാത്രി ഒരു 4. 4 4 8 8 8 16 അല്ലേ? എന്നാ രാവിലെ തന്നെ ചാൻഡിങ് കഴിയുന്ന എത്ര പേരുണ്ട്? രാവിലെ തന്നെ ചാൻഡിങ് കഴിയുന്നു, രാവിലെ തന്നെ ചാൻഡിങ് കഴിയണ എത്ര? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ എക്സ്ക്യൂസസ് ഇടും. ലൈക്ക് രസികനന്ദ എല്ലാ കാര്യത്തിനും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? ശുഭാംഗിയുണ്ട്, എക്സ്ക്യൂസസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ത് കാര്യം പറഞ്ഞാലും. ഇതുപോലെ നമ്മൾ നാമം ജപിക്കുന്ന കാര്യം പറഞ്ഞാലും എന്ത് ചെയ്യും? ഇത്രയും സമയമുണ്ടല്ലോ, 24 മണിക്കൂറുണ്ടല്ലോ, 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും നമുക്ക് ചാൻഡ് ചെയ്ത് തീർന്നാൽ പോരെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എക്സ്ക്യൂസസ് ഇട്ടുകൊണ്ടേയിരിക്കും. അത് ധ്രുവ മഹാരാജ് വന്നിട്ട് അങ്ങനെ ഒരു എക്സ്ക്യൂസസേ ഇതുവരെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ദേവന്മാരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് ഉറങ്ങുന്ന ദേവന്മാരുണ്ട്, എത്ര പേര് ഉണർന്നിരിക്കുന്ന ദേവന്മാർ. പ്രിയ മഹാരാജിന്റെ അടുത്ത് ചോദിച്ചാണ്, മഹാരാജ് ദേവി ദേവന്മാരെല്ലാം അവിടെ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചു. മഹാരാജ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യണത് അത് തന്നെയാണ് അവരും ചെയ്യുന്നത്, അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. പക്ഷെ അവർ വന്നിട്ട് എലവേറ്റഡ് സോൾസ് ആണ്, നമ്മൾ വന്നിട്ട് എലവേറ്റഡ് അല്ലാത്ത സോൾസ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ടാവും? പാപ പ്രതികരണങ്ങൾ നമുക്കുണ്ടാവും. സൂക്ഷിക്കണം അത്. അതായത് ജ്ഞാനപ്പാനയിൽ പറയുന്നതാണ്, അതായത് ഒന്നിലും ചെന്ന് പെടാതെ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡുണ്ട്. ഒരു കർമ്മത്തിലും ചെന്ന് പെടാതെ എന്ന് പറഞ്ഞിട്ട്. പ്ലഗിൽ ചെന്ന് തൊട്ട ഷോക്ക് അടിക്കും എന്ന് നമുക്കറിയാം അല്ലെ? ആ പ്ലഗിൽ ചെന്ന് തൊട്ട ഷോക്ക് അടിക്കും. എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാം. അതായത് ഓണായിരിക്കുന്ന സമയത്ത് അതിൽ ചെന്ന് നമ്മൾ ടെസ്റ്റർ അല്ലാതെ നമ്മൾ കൈ കൊണ്ട് ഡയറക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അതിൽ നമ്മൾ എത്ര കോൺഷ്യസ് ആണ്? എത്ര കോൺഷ്യസ് ആണ്? അതിന്റെ ഒരു 100 ഇരട്ടി കോൺഷ്യസ് ഉണ്ടായിരിക്കണം നമുക്ക് കാർബിക് റിയാക്ഷൻസ് ഉണ്ടാവാതെ ഡിവോഷണൽ സർവീസ് ചെയ്യും. ഇതിൽ തൊട്ട ഷോക്ക് അടിക്കും, ഇതിൽ പോയി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവും എന്ന അതേ കോൺഷ്യസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പ്യൂരിറ്റി അത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവോഷണൽ സർവീസ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ നമ്മൾ അഫക്ട് ചെയ്യുക. ഇപ്പൊ നാരദ മഹർഷി നമ്മൾ 4ാമത്തെ പോയിന്റിൽ പറഞ്ഞു, ഹി ഡസന്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഡീമൺസ് ആൻഡ് ഡിവോട്ടീസ്. അദ്ദേഹത്തിന് അസുരനെന്നോ ദേവന്മാരെന്നോ യാതൊരു വിവേചനമില്ല. അദ്ദേഹം ഹിരണ്യകശിപുവിന്റെ അടുത്ത് സംസാരിക്കും, അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദ മഹാരാജന്റെ അടുത്ത് സംസാരിക്കും. ഹിരണ്യകശിപുവിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ച എങ്ങനെ ഇരിക്കും? അടിപേടിച്ച് ഓം ഹിരണ്യായ നമഃ എന്ന് നമ്മൾ പറയും. എന്നാൽ നാരദ മഹർഷിയെ വരെ ഹിരണ്യകശിപു എന്ത് ചെയ്തിട്ടുണ്ട്? വിരട്ടിയിട്ടുണ്ട്. ഓം നാരായണായ നമഃ എന്നൊന്നുമല്ല. എന്റെ അബോർഡിൽ വരുമ്പോ, എന്റെ സ്ഥലത്ത് വരുമ്പോ, എന്റെ കൊട്ടാരത്തിൽ വരുമ്പോ എന്ത് പറയണം? ഓം ഹിരണ്യായ നമഃ എന്ന് പറയണം. നമ്മളടുത്ത് പറഞ്ഞ നമ്മൾ തിരിച്ചു പറയും, ചേട്ടാ വിട്ടേക്ക്, ഞാൻ ഇനി വരൂല, സോറി, ഓം ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്ക്, ലേലു വല്ലു അഴിച്ചുവിടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവും. പക്ഷേ നാരദ മഹർഷി എന്ത് ചെയ്തില്ല? നാരദ മഹർഷിയുടെ പ്യൂരിറ്റിയെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നാരദ മഹർഷി അത്രയും പവറോട് കൂടിയാണ് ആരുടെ സംസാരിച്ചത്? ഹിരണ്യകശിപുവിന്റെ അടുത്ത്. അതേ ഗുരുവിന്റെ അതേ ക്വാളിറ്റി ആർക്കുമുണ്ട്? പ്രഹ്ലാദ മഹാരാജന്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജനും ഉണ്ട്. അപ്പൊ നമുക്കും ഗുരു മഹാരാജുണ്ട്, മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജുണ്ട്, ജയപ്രതാപ സ്വാമി മഹാരാജുണ്ട്, ആരാണ്? രാധാനാഥ് സ്വാമി മഹാരാജുണ്ട്. മാതാജിയുടെ മഹാരാജിന്റെ പേര് ജയപ്രതാപ സ്വാമി മഹാരാജ്. സംഘർഷൻ അധികാരി മഹാരാജുണ്ട്. ഒരുപാട് എല്ലാ മഹാരാജന്മാരുടെയും നമ്മുടെ ശിഷ്യന്മാരിവിടെ ഉണ്ട്. നമ്മുടെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ സർവീസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ പ്യൂരിറ്റി, നമ്മൾ 100% പ്യൂരിറ്റിയോട് കൂടിയാണ് ഡിവോഷണൽ സർവീസ് ചെയ്യേണ്ടത്. 100%, 100-110% കൂടിയാണ് ചെയ്യുന്നത്. അല്ല, നമുക്ക് പ്യൂരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്?
നമ്മുടെ സംഘം വന്നിട്ട് ചില സമയത്ത് ഡിവോട്ടീസും ചില സമയത്ത് ആരുമായിട്ടാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ടാണ്. മറ്റുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംഘം ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ ഡിവോഷണൽ സർവീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഭാഗവതം ഭഗവത്ഗീത എടുത്ത് വെച്ച് വായിക്കണം, ഇല്ലെങ്കിൽ നാമം ജപിക്കണം. ഇതൊന്നും നമ്മൾ ചെയ്യൂല. നമ്മൾ ചെയ്യാതെ രാവിലെ ഒരു 16 മാല ജപിച്ച് വെച്ചിട്ട് പോവും, മറ്റൊരാളുമായിട്ട് ഒരു സംഘം എടുത്തിട്ട് തിരിച്ചു വരും. 2 ദിവസം കഴിയാൻ നേരത്ത് എന്ത് കാണൂല? ചാൻഡിങ്ങിൽ എന്തുണ്ടാവില്ല? ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ചാൻഡിങ്ങിൽ ടേസ്റ്റ് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നല്ല ടേസ്റ്റ് പ്രഭു, സൂപ്പർ, പാൽപ്പായസം കുടിച്ച പോലെ ഉണ്ട്. പാൽപ്പായസത്തിന് കാണൂല ഇത്രയും ടേസ്റ്റ്. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് കാണൂല എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മള് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടേസ്റ്റ് നമുക്ക് ഗ്രാജുവലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതം 5:8 ഒരു ശ്ലോകത്തിൽ വന്നിട്ട് ശ്രീല പ്രഭുപാദ് വന്നിട്ട് ഗ്രാജുവലി എന്ന വാക്ക് വന്നിട്ട് ഒരു 3-4 സ്ഥലത്ത് ഒരേ പർപ്പസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവലി ഗ്രാജുവലി ഭരത മഹാരാജ് അഫെക്ഷനേറ്റ് ടു ദ ഡിയർ. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്. ഗ്രാജുവലി കുറേശ്ശെ ഭരത മഹാരാജ് വന്നിട്ട് എന്ത് ചെയ്തു? മാനില് അഫെക്ഷനായി. മാനിനെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആവാൻ നേരത്ത് ഭരത മഹാരാജ് നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു തരാന്ന് കുറച്ചിട്ട് ഇങ്ങനെ പോയി ചെയ്തു കൊടുക്കും. അതിനെ വിശക്കാൻ നേരത്ത് അതിന് പുല്ല് കൊടുക്കും. അതിനെ എല്ലായിടത്തും കൊണ്ടുപോയി എന്തായി? അദ്ദേഹത്തിന്റെ പ്യൂരിറ്റിയെ നഷ്ടപ്പെട്ടു. നമ്മൾ ആലോചിക്കണം. നമ്മളെ ഡിവോഷണൽ ലൈഫിൽ നമ്മൾ ഇരിക്കുമ്പോ ഈ ജന്മം നമുക്ക് പോയി കഴിഞ്ഞാൽ 84 ലക്ഷം സ്പീഷീസ് കഴിഞ്ഞ് മാത്രമേ അടുത്ത എന്തുണ്ടാവുള്ളൂ? അടുത്തൊരു മനുഷ്യ ജന്മം കിട്ടുള്ളൂ. അതുവരെ ഇരിക്കണോ പോണോ? മഹാരാജ് പാറശാലയിൽ വെച്ച് പറഞ്ഞാണ് പോകേണ്ടതുണ്ട്. പറ, വി ഹാവ് ടു ഗോ. പോകേണ്ടതുണ്ട്. പറ, പോകേണ്ടതുണ്ട്. ഒരിക്കൽ തൈക്കാട് വെച്ച് ഇത് ക്ലാസ് എടുത്ത സമയത്ത് പ്രഭുക്കന്മാരുടെ സൈഡ് എത്തിയപ്പോ ഭയങ്കര ഉറക്കം പറഞ്ഞു. ഭാര്യമാരെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോ പ്രഭുക്കന്മാർ നല്ല രീതിയിൽ ഉറക്കം പറഞ്ഞു. അതായത് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. എങ്ങനെയെങ്കിലും കഥാമൃത പ്രഭുക്ക് ഐശ്വര്യമാതയെ കണ്ണു കാണിക്കുന്നു, തന്നെ ഇടിക്കുന്നുള്ള രീതിയിൽ ഞാൻ പോയ നീ എപ്പോ പോകും എന്നുള്ളതാണ്. അങ്ങനെയാണ് നോക്കി. ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. പറയൂല. എന്തുകൊണ്ട് പറയൂല? ഇല്ല. അതായത് ഗോലോകധാമത്തിൽ വന്നിട്ട് ചിന്താമണി അല്ലെ, ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷ. ഇവിടെ ഭൗതിക ലോകത്തിൽ എന്താണ്? അതിന് ഓപ്പോസിറ്റ് എന്താണ്? മണിചിന്ത. ചിന്താമണി അല്ലെങ്കിൽ മണിചിന്ത. അതുള്ളതുകൊണ്ട് നമ്മൾ പറയില്ല. നമ്മൾ വിചാരിക്കും ഭർത്താക്കന്മാരുടെ അടുത്ത് എന്തുള്ളതുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് ഇങ്ങനെ നല്ല ഇറുക്കി ഇങ്ങനെ പിടിച്ചൊക്കെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭർത്താവിന്റെ അടുത്ത് സ്നേഹമുള്ളത് കൊണ്ടല്ല, ഞാൻ വീണാ നിന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വീണാ നീ കൂടെ വീഴും എന്നുള്ള രീതിയിലാണ് പിടിച്ചേക്കണം. അല്ലാതെ ഈ ചേട്ടൻ വീഴരുത് അങ്ങനെയുള്ള ഒന്നൊന്നുമില്ല. അതുപോലെ നമുക്ക് എന്തായാലും എന്താണ്? പോകേണ്ടതുണ്ട്. നമ്മുടെ പ്യൂരിറ്റി എന്താണ്? കളയരുത്. പ്യൂരിറ്റി എപ്പോഴും കാത്തു സൂക്ഷിക്കാനാണ്. അതായത് മഹാരാജ് പറയും, മറ്റൊരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് വന്നാൽ ഒന്നെങ്കിൽ ഒരു 4 മാല നമ്മൾ ചാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭാവത്തിലെ 2-3 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചിരിക്കണം. ഇത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ പ്യൂരിറ്റി, നമ്മുടെ ശുദ്ധത നമ്മൾ കുറഞ്ഞു വരണത് നമ്മൾ അറിയേയില്ല. ഇപ്പോ 2 മാസമായ മാതാജി നിത്യം ഭാഗവത സേവ 8 മണിക്ക് തുടങ്ങിയിട്ട് 2 മാസം ആവുന്നുണ്ട്. ഇപ്പോ ഈ 2 മാസമായിട്ട് ഇവിടെ ഈ ടെമ്പിളിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഭാഗവതം ക്ലാസ് ഉണ്ട്. അതിന്റെ ഉപയോഗം എന്താണ്? ഇപ്പൊ ഒറ്റ മനുഷ്യർ പോലും ഫോൺ എടുത്ത് വെച്ചിട്ട് അയാൾ ഇങ്ങനെ എന്ന് പറയണില്ല. ആ സമയത്ത് എന്ത് ചെയ്യും? മാതാജി നാളെ ഏത് ക്ലാസ്, അല്ലെങ്കിൽ പ്രഭു നാളെ ഏത് ക്ലാസ്, അല്ലെങ്കിൽ ഏതുവരെ വായിച്ച് എങ്ങനെയെന്നുള്ള ആ ഒരു ഡിസ്കഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഭാഗവതം എപ്പോഴാണോ നമ്മുടെ എല്ലാവരുടെയും സെൻട്രൽ പോയിന്റിൽ വരുന്നത്, ആ സമയം മുതൽ നമുക്ക് ഏത് റിലേഷൻ ആവും? ഹെൽത്തി റിലേഷൻ. അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ ദുഷിപ്പിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളെല്ലാം മാറ്റിയിട്ട് ആ ഹൃദയത്തിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഭാഗവതത്തിനെ നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗവതത്തിൽ തന്നെ പറയും, ശൃണ്വത ശ്രദ്ധയാ നിത്യം ഗൃണദശ സ്വചേഷ്ടിതം കാലേന ന അതിദീർഘേണ ഭഗവാൻ വിശദേഹത്തി. ശൃണ്വത ശ്രദ്ധയാ നിത്യം. അവർ വേർഡ് നോക്കിക്കോ. ഫസ്റ്റ് വന്നിട്ട് ശൃണ്വത മീൻസ് നമ്മൾ കേൾക്കുക. ശൃണ്വത ശ്രദ്ധയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി, റാപ്റ്റ് അറ്റൻഷനോടുകൂടി. ശ്രദ്ധയ നിത്യം മീൻസ് ഓൾവേസ്.
ഗൃണദശ സ്വചേഷ്ടിതം. നമ്മൾക്ക് ഓൺ എൻഡേവർ ഉണ്ടാവണം. ഇപ്പൊ മുമ്പ് പ്രഭുക്കന്മാര് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, ഇപ്പൊ വന്നിട്ട് മാതാജിമാരെല്ലാം അതിൽ ക്ലാസ് എടുക്കാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാതാജിമാരും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ പോയിന്റ്സ് എഴുതി നോക്കുക. അവരും അതിൽ എഫർട്ട് ഉണ്ട്, ചുമ്മാ കിട്ടൂലല്ലോ. ഒന്നുകിൽ ഭാഗവതം വായിച്ച് കിട്ടണം, അല്ലെങ്കിൽ വേറൊരാളുടെ ലെക്ചർ കേട്ട് അതിൽ നിന്ന് നോട്ട് എഴുതി ഞാൻ ഇന്നലെ പഠിച്ച ഇതാണ്, ഇന്നലെ കേട്ട ലെക്ചർ ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ് വന്നിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ നേരത്ത് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. അതാ ഗൃണദശ സ്വചേഷ്ടിതം. ഇത് ചെയ്യാൻ നേരത്ത് ഭഗവാൻ നമുക്കൊരു സംഭവം തരും. എന്ത് തരും? ഒരു പ്ലസ് പോയിന്റ്, ഒരു നല്ലൊരു ബെനഡിക്ഷൻ പോലെ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ്. എന്ത് തരും? കാലേന നാ അതിദീർഘേണ. ഒരു സെക്കൻഡ് പോലും സമയം പാഴാക്കാതെ ജഗന്നാഥസ്വാമി എന്ത് ചെയ്യും? കരമനയിലുള്ളവർ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഭഗവാൻ വിശദേ ഹൃദി, നമ്മുടെ ഹൃദയത്തിൽ വന്ന് എന്ത് ചെയ്യും? ഭഗവാൻ ഇരിക്കും. എങ്ങനെ ഹൃദയത്തിലിരിക്കും ഭഗവാൻ വന്നിട്ട്? അത് പറ. ഭഗവാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു, ഭഗവാൻ വന്നിട്ട് എങ്ങനെ ഹൃദയത്തിലിരിക്കും? ഓൾറെഡി പരമാത്മ രൂപേണ ഉണ്ട്, പിന്നെ എങ്ങനെ ഹൃദയത്തിൽ വന്നിട്ട് രണ്ടാമത് കൃഷ്ണൻ വന്നിരിക്കണത്? നമ്മളോട് റെസിപ്രോക്കേഷൻ അല്ല, നമ്മൾ ചെയ്യുന്ന എൻഡേവറിൽ, നമ്മൾ കൊടുക്കുന്ന എൻഡേവറിൽ നോക്കുമ്പോൾ കൃഷ്ണൻ നോക്കുമ്പോൾ കൊള്ളാം, നല്ല ഗുഡ് ഇന്റൻഷൻ ആണ്. നല്ല ഇന്റൻഷൻ ഉള്ളത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? വിശദേ ഹൃദി. അത് എങ്ങനെ വിശദേ ഹൃദി? പ്രവിഷ്ട കർണരേന്ദ്രൻ. ഓക്കെ. നമ്മുടെ ഹൃദയം ഇപ്പൊ വന്നിട്ട് ഉണങ്ങിയ താമരയാണ്, ഉണങ്ങിയാണ് ഇരിക്കുന്നത്. നമ്മൾ ചില സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഇരിക്കും, ചില സമയത്ത് ശുഭാംഗി ഇരിക്കുന്ന കണ്ടില്ലേ, ചില സമയത്ത് വയ്യ വയ്യ വയ്യ. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയും വയ്യ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ വയ്യ വയ്യ എന്ന് എങ്ങനെയെങ്കിലും ഇരിക്കും. പക്ഷേ ഭഗവാൻ വിശദേ ഹൃദി, നമ്മുടെ ഉണങ്ങിയ താമര എടുത്ത് മാറ്റും കൃഷ്ണൻ വന്നിട്ട്. അതാ ഹൃത്സരോജ ഹൃതത്രപഹ എന്ന് പറഞ്ഞിട്ട് ശ്ലോകത്തിൽ പറയും. അതായത് ഉണങ്ങിയ താമരയെ എടുത്ത് മാറ്റിയിട്ട് ഭഗവാൻ വന്നിട്ട് പുതിയ ഒരു താമര കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലിരിക്കും. നമ്മുടെ ഉണങ്ങിയ താമര, ഉണങ്ങിയ സീറ്റ്, ഉണങ്ങിയ കുഷനൊന്നും അദ്ദേഹത്തിന് വേണ്ട, അദ്ദേഹമേ കൊണ്ടുവരും. തദ്ദാമ, അദ്ദേഹം അവിടുന്നേ വരണത് തന്നെ ദാമം കൊണ്ടാണ് വരണത്, ഭഗവാൻ വരണത്. അപ്പൊ അതുപോലെ നമ്മുടെ ഹൃദയത്തില് കാലേന നാ അതിദീർഘണം, ഒരു സെക്കൻഡ് പോലും സമയം പാഴാക്കാതെ കൃഷ്ണൻ വന്നിട്ട് എന്ത് ചെയ്യും? ഉണങ്ങിയ വരണ്ട താമരയെ എടുത്ത് മാറ്റിയിട്ട് പുതിയ താമര കൊണ്ടുവച്ചിട്ട് അതിൽ വന്നിട്ടിരിക്കും. അപ്പോഴും മാത്രമേ നമുക്ക് ഒരു എനർജറ്റിക് ഒരു എനർജി ഫീൽ ചെയ്യൂ. മുമ്പ് ഭാഗവതം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരും? ആരെങ്കിലും വരും? 2 മണിക്കൂർ കുറച്ച് വേറെ പണിയുണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പൊ രാവിലെ 8 മണിയാവാൻ നേരത്ത് നമ്മൾ പോലും അറിയില്ല, സൂം ക്രോം അതിൽ ഇങ്ങനെ അതിൽ കയറിയിരിക്കും, കേൾക്കാതിരിക്കെ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് വെച്ചോണ്ടിരിക്കുക. പക്ഷെ എങ്കിലും നമ്മുടെ വിരൽ വന്നിട്ട് വാട്സപ്പിൽ നിന്ന് മാറി ഇതിലോട്ടായില്ലേ. ഫേസ്ബുക്ക് ഉണ്ടോ? ഇപ്പൊ എല്ലാവർക്കും കാണുമായിരിക്കും, ഉണ്ട്. അതായത് വാട്സപ്പിൽ നിന്ന് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ മാറി ഒരു 8 മണിയാവാൻ നേരത്ത് മറ്റേത് 8 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഏത് മെസ്സേജ് വായിക്കും? നമ്മുടെ ഓഫീസ് മെസ്സേജോ അങ്ങനെ ഏതെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ വന്നിട്ട് ആ വിരല് അവിടെ നിന്ന് മാറി ഇങ്ങോട്ടായില്ലേ, കൃഷ്ണൻ വന്നിട്ട് ഇങ്ങോട്ട് മാറ്റി തന്നില്ല. ദാ കാലേന നാ അതിദീർഘേന ഭഗവാൻ വിശദേ ഹൃദി. ദാ ശൃണ്വത ശ്രദ്ധയാ നിത്യം. ഫസ്റ്റ് വന്നിട്ട് ശൃണ്വത, നമ്മൾ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ശൃണ്വത ശ്രദ്ധയ, അതായത് ഭക്തിയില് നമ്മൾക്ക് എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ തന്നെ അനലൈസ് ചെയ്യും. വേറൊരാൾ വന്നിട്ട് നമ്മളെ അടുത്ത് പറയാണ് പ്രഭുസ് ആൻഡ് മാതാജീസ് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാല് നമ്മളത് എന്ത് ചെയ്യില്ല? അക്സെപ്റ്റ് ചെയ്യും. കണ്ണാടിയിലെ പൊടി നമ്മൾ എപ്പോഴാണ് തുടച്ച് വൃത്തിയാക്കുന്നത്? നമ്മുടെ മുഖം കാണാതിരിക്കും. അപ്പോൾ നമ്മുടെ മുഖം കാണാതിരിക്കുകയാണ്. ആ മുഖത്തിനെ നമ്മൾ നല്ല രീതിയിൽ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൊടി തുടച്ചെടുക്കും. അത് എന്തുകൊണ്ടാണ് തുടയ്ക്കണത്? ടവല് കൊണ്ടെന്നൊന്നും പറയരുത്. എന്തുകൊണ്ട് തുടയ്ക്കണം? ഞാൻ ടവല് കൊണ്ടാണ്, മറ്റുള്ളവർ തോർത്തുകൊണ്ടായിരിക്കും എന്നൊന്നും പറയരുത്. ഇല്ലല്ല, ശ്രദ്ധ. ആ കണ്ണാടിയിൽ പൊടി പിടിച്ചിരിക്കുകയാണെന്നുള്ള ശ്രദ്ധ നമുക്കുണ്ട്. നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ശ്രദ്ധ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയെ തുടച്ച് വൃത്തിയാക്കും. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ശൃണ്വത ശ്രദ്ധയ, ഒരു വേർഡ് പോയാൽ മതി. അതായത് ഒരിടത്ത് ഭാഗവത സപ്താഹം നടക്കുകയായിരുന്നു. 7ാമത്തെ ദിവസമായപ്പോൾ നമ്മുടെ ഹിരണ്യകശിപു നരസിംഹദേവൻ തമ്മിലുള്ള ഫൈറ്റ് ആയി. ഈ ഫൈറ്റ് ആയ സമയത്ത്
എല്ലാ ദിവസവും ഒരാൾ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് വളരെ ശ്രദ്ധയോട് കൂടിയിരുന്ന് ഉറങ്ങും. എന്താണ്? വളരെ ശ്രദ്ധയോട് കൂടിയിരുന്ന് ഉറങ്ങും. ഈ 7ാമത്തെ ദിവസമായപ്പോ ഈ ആചാര്യൻ വിളിച്ചു പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം. ഇദ്ദേഹം പെട്ട്. കാര്യം ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. എന്റെ വീടും പരിസരവും എല്ലാം റെഡിയായി. 7 ദിവസം കൊണ്ട് ഇദ്ദേഹം എന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. നീ ആരാണെന്ന് എനിക്കറിയാം. ഇത് നരസിംഹദേവന്റെ അടുത്ത് ആര് പറയാണ്? ഹിരണ്യകശിപു പറയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ്. ഇദ്ദേഹം ഉടനെ ചാടി സടകുടഞ്ഞൊക്കെ കഴിച്ചിട്ട് നേരെ ബാക്കിൽ ഒരു തൂണിന്റെ പിറകെ പോയി. തൂണിന്റെ പിറകെ പോയിരുന്നപ്പോഴ് പറയാണ്, നീ ഏത് തൂണിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഏത് തൂണിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഇദ്ദേഹം പെട്ട്. ഇദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. 6 ദിവസം നല്ല രീതിയിൽ ഉറങ്ങി, 6 ദിവസം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ഇനി എന്നെ പിടിക്കും. അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകും. രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങും. കിടന്നുറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം സ്വപ്നം കാണും. കാര്യം പ്രവിഷ്ട കർണരദ്രേണ. ഇദ്ദേഹം കേട്ട ആ 7 ദിവസത്തെ ഭാഗവതം ക്ലാസ്സിലും ഇദ്ദേഹം കേട്ടത് 2 പേരാണ്. ഏത്? ഒന്ന്, നീ ആരാണെന്ന് എനിക്കറിയാം. ഏത് തൂണിന്റെ അവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഇത് കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഇത് സ്വപ്നത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കള്ളൻ വന്നിട്ട് ഓട് പൊത്ത് എന്ത് ചെയ്യും? വീട്ടിനകത്ത് കയറും. ഫസ്റ്റ് കാല് ഇദ്ദേഹം കൂരയ്ക്കകത്തൂടെ എടുത്തങ്ങ് അകത്തിടും. അകത്തിടാൻ നേരത്ത് ഇദ്ദേഹം ഉടനെ പറയണം, നീ ആരാണെന്ന് എനിക്കറിയാം. കള്ള ഉടനെ കാലെടുത്ത് വെച്ചിട്ട് നേരെ ഓടൊക്കെ മൂടി നേരെ പയ്യെ താഴെ ഇറങ്ങി ഇദ്ദേഹം ഉറങ്ങിയിട്ട് കയറാന്ന് പറഞ്ഞിട്ട് നേരെ ഒരു തൂണിന്റെ മൂട്ടിൽ പോയി ഒളിച്ചിരിക്കുമ്പോ 2ാമത്തെ ഡയലോഗ് ഏതാണ്? നീ ഏത് തൂണിന്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. കള്ളൻ നേരെ കതവ് തുറന്ന് വന്നിട്ട് പറഞ്ഞു, അണ്ണാ മോട്ടിക്കാൻ വന്നതാണ്, ക്ഷമിക്കണം. ദക്ഷിണ വെച്ചിട്ട് നമസ്കരിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അതായത് ശൃണ്വത ശ്രദ്ധയ നിത്യം. നമ്മൾ എങ്ങനെയായിരുന്നാലും നമ്മുടെ ഹൃദയത്തിൽ പോകുന്ന ചില വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളായിരിക്കും നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. ഇതാ ശ്രീമദ് ഭാഗവതം 1:14 പറയുന്നത് എന്താണ്? ആപന്ന സംസ്കൃതിം ഘോരാം എന്നാമ വിവശോ ഗൃണൻ തദഹ സദ്യോ വിമുച്ഛേദ യദ്വിഭേദി സ്വയം ഭയം. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की, ശ്രീല പ്രഭുപാദ് की, ശ്രീല ഗുരുദേവ് की, നാരദ മഹർഷി की, തായ് ഗൗരഹരി പ്രേമാനന്ദേ. ഇന്ന് മഹാരാജിന്റെ കൃപയാൽ ഒരേ ഒരു പോയിന്റ് മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. ഓഫീസില് ആ ഇത് ഹരേ കൃഷ്ണ പ്രഭുവിനെ അറിയാമോ? ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹരേ കൃഷ്ണ പ്രഭു. അതായത് നമ്മുടെ മഹാരാജൻ വന്നിട്ട് മാല ഇല്ലാതെ അദ്ദേഹം ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളടുത്ത് സംസാരിക്കുമായിരിക്കും. ആ സംസാരിച്ചിട്ട് അദ്ദേഹം ഒരു വേർഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മഹാരാജ് ഹരേ കൃഷ്ണ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജപം രാവിലെ തീർത്തിട്ട് പോവുക. നമ്മുടെ ഈ എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ള 16 റൗണ്ട് നമ്മൾ രാവിലെ തീർത്തിട്ട് പോവുക. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹാരാജ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് വർക്ക് ഈസ് കൃഷ്ണ, വി റിലീഷ് അവർ വർക്ക്. വർക്ക് എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അത് നമ്മൾ വർക്കിന്റെ സമയത്ത് വർക്ക് മാത്രം തന്നെ ചെയ്യണം. ഇപ്പൊ ഭാഗവതത്തില് ഹരേ കൃഷ്ണ, ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ദേവിയെ രക്ഷിക്കാനായിട്ട് ആര് വന്നു? വരാഹമൂർത്തി വന്നു. വരാഹമൂർത്തി ആദ്യം ചെയ്ത സർവീസ് എന്താണ്? ഭൂമി ദേവിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഹിരണ്യാക്ഷൻ അവിടെ കിടന്ന് ബേർഡായിട്ടുള്ള ഒരുപാട് വേർഡ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ മൈൻഡേ ചെയ്തില്ല. അത് പകരം ഭൂമി ദേവിയെ രക്ഷിച്ചിട്ട് ആ ഭൂമി ദേവിക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനുള്ള ശക്തിയും കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഹിരണ്യാക്ഷൻ എടുത്ത് സംസാരിക്കും. ഇത് നമുക്കൊരു പാഠമാണ്. അതായത് നമ്മുടെ വർക്കിലിരുന്നാലും ആ വർക്കിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സമയം നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഗ്രാബിങ് ടൈമിൽ നമ്മൾ കൃഷ്ണനെ ഓർമ്മിക്കണം. 2ാമത്, നമ്മൾ ഏത് വർക്കിലാണോ ഇരിക്കുന്നത് ആ വർക്കിനെ നമ്മൾ കൃഷ്ണനായിട്ട് തന്നെ കാണണം. ഇത് കാലചക്ര പ്രഭു പറഞ്ഞതാണ്. കാര്യം കാലചക്ര പ്രഭു ഭാഗവതം എല്ലാം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാവരുമായിട്ട് ഭാഗവതം ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് മഹാരാജിന്റെ അടുത്ത് പറഞ്ഞു, മഹാരാജ്, എന്റെ ടീമിൽ ഒരു 25 അംഗങ്ങളുണ്ട്.
ഈ 25 അംഗങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ഭാഗവതം പറയാറുണ്ട്. മഹാരാജ് വഴക്ക് കൊടുത്തിട്ട് പറയാണ്, വർക്ക് ഈസ് കൃഷ്ണ, റിലീഷ് യുവർ വർക്ക്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് മാത്രം ചെയ്യണം. അല്ലാതെ ഇത് ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്യൂട്ടി, ഡിവോഷണൽ ഡ്യൂട്ടി ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിരിക്കും. ഹരേ കൃഷ്ണ പ്രഭുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ അടുത്ത് സംസാരിച്ച് തിരിച്ച് പുതിയൊരു പേഷ്യന്റ് വരുന്നത് വരേക്കും അദ്ദേഹം ഒന്നുകിൽ പ്രഭുപാദിന്റെ ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുവിന്റെ ഒരു ക്വാളിറ്റി അറിയാമോ? അദ്ദേഹത്തിന്റെ അടുത്ത് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ പറയണം. ഒന്ന് വന്നിട്ട് ഹരേ കൃഷ്ണ എന്ന് അദ്ദേഹത്തിന്റെ പേര്, 2 നമ്മൾ ഹരേ കൃഷ്ണ എന്ന് അങ്ങനെ പറയണം. അത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പ്യൂരിറ്റി ഉള്ള ഡിവോട്ടീസ് ഉണ്ട്, ഒരുപാട് പ്യൂരിറ്റി ഉള്ള ഡിവോട്ടീസ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണിൽ കുറച്ച് തിമിരം, അജ്ഞാന തിമിര ബാധിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് അതോറിറ്റിയിൽ പോകും, പക്ഷെ താഴേക്കിടയിലുള്ള ഇപ്പൊ അവിടെ ഇരിക്കുന്ന കുട്ടിയിടയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലാസ് സമയത്ത് ബഹളം ഉണ്ടാക്കണം എങ്ങനെയെന്ന് അവൻ പഠിപ്പിച്ചു തരും. ഹരിബോൾ പറ, ഹരിബോൾ പറ. അതവൻ പഠിപ്പിച്ചു തരും. അതായത് നമ്മൾ നേരെ നിന്ന് നോക്കുന്ന ഒരു കാര്യം ഒരു കുട്ടി സ്റ്റൂള് എടുത്ത് മറിച്ചിട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇന്ന ആംഗിളിൽ കൂടെയും കാണാമല്ലോ. അതുപോലെ നമ്മുടെ ഒരു കാര്യം തീരുമാനിച്ച് നമ്മൾ മറക്കാതെ ഓർമ്മിക്കണം, വർക്ക് ഈസ് കൃഷ്ണ, വി റിലീഷ് അവർ വർക്ക്. ജോബിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഡിവോഷണൽ ഡ്യൂട്ടിയും പക്ക ചെയ്തതിന് ശേഷം മാത്രമേ പോകാം. എനിക്കുള്ള മെസ്സേജ് വന്ന് ഹരേ കൃഷ്ണ. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की, श्रील प्रभुपाद की, श्रील गुरुदेव की, जय गौर हरि प्रेम।